ബോട്ടിന്റെ ഹാഫ് ഇൻ ഇയർ ഡിസൈനിലുള്ള ബേസ് ഹെഡ്സ് കാറ്റഗറിയിലുള്ള ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവിയാണ് ഇന്നത്തെ വീഡിയോ. ബേസ് ഹെഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വയേർഡ് ഇയർഫോൺ ആണ്. അത് വേറൊന്നുമല്ല, ബേസ് ഹെഡ്സ് 104. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ബോട്ടിന്റെ ലോഗോയും കൂടാതെ സൂപ്പർ എക്സ്ട്രാ ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കിരൺ അദ്വാനിന്റെ ഫോട്ടോയും ബേസ് ഹെഡ്സ് 104 എന്നും ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോഗോയും കാണാം. ഇനി പുറകിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ട്രാൻസ്പെറന്റ് ഭാഗത്തോട് കൂടിയിട്ട് പ്രോഡക്റ്റ് അകത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 13.6 mm ഡ്രൈവേഴ്സ് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 10 mm ഡ്രൈവേഴ്സ് എന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു 13.6 mm തന്നെയാണ്. കൂടാതെ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ മാർച്ച് 2021. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ ഇരിക്കുന്നത് 990 രൂപയാണ്. എന്നാൽ നമുക്കത് 449 രൂപ നോർമൽ റേറ്റ് കാണാൻ സാധിക്കുക. ഇപ്പോൾ പക്ഷേ അത് 349 രൂപയ്ക്ക് കാണുന്നുണ്ട്. ഒരു വർഷം നമുക്കിന് വാറന്റി ഒക്കെ ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് അഡ്മിറൽ എന്ന് പറഞ്ഞ കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, ഓഷ്യാന എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും, അതായത് 5 കളേഴ്സിൽ നമുക്കത് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇതൊന്ന് പൊട്ടിക്കുവാണെങ്കിൽ എന്തായാലും ഒരു കളർ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല ഹൈലൈറ്റ് ആയിട്ട് എടുത്തടിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ കൂടെ എന്തായാലും ബോട്ട് ദ ഹെഡ് എന്ന് പറയുന്ന സ്റ്റിക്കറും കൂടാതെ ഒരു യൂസർ ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാറന്റി കാർഡും ലഭ്യമാണ്. പൊതുവെ ഇതൊക്കെ തന്നെയാണ് വയർഡ് ഇയർഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ഹെഡ്സ് 104. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കൂടാതെ ആ ഒരു ഡിസൈൻ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല യുണീക്ക് ഡിസൈൻ ആണെന്നുള്ളതിലും യാതൊരുവിധ സംശയമില്ല. ഹാഫ് ഇൻ ഇയർ മോഡലാണ് കേട്ടോ, അത് വേറെ കാര്യം. 13.6 mm ഡ്രൈവേഴ്സ് തന്നെയാണ്. അത് നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്. പിറകിൽ ആ ഒരു സ്പീക്കർ ഗ്രില്ല് പോലുള്ള ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെയും ആ ഒരു ചെറിയ സ്പീക്കർ ഗ്രില്ല് കാണാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും ഒക്കെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 13.6 mm ഡ്രൈവർ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇയർബഡിൽ നിന്നും താഴേക്ക് വരുന്ന, അതായത് നമ്മുടെ ഇൻലൈൻ കൺട്രോൾ പാനൽ വരെ വരുന്ന ആ ഒരു വയേഴ്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഭയങ്കര തിന്നല്ല, ഭയങ്കര ഒരു തിക്കും അല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയം ടൈപ്പ് ഒരു വയറാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇൻലൈൻ കൺട്രോൾ പാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പിറകിൽ ബോട്ടിന്റെ ലോഗോ ഉണ്ട്. മറ്റൊരു സൈഡിൽ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മൈക്കും കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യണമെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവും. ഇതൊക്കെ തന്നെയാണ് പൊതുവെ മറ്റുള്ള എല്ലാത്തിലും തന്നെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു മെയിൻ കോഡ് നോക്കുവാണെങ്കിൽ 1 മീറ്റർ ലെങ്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്ന ആ ഒരു കോഡ് എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങോട്ട് കൂടുതൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു 349 രൂപയ്ക്ക് ഉറപ്പായിട്ടും ഒരു ഹാഫ് ഇൻ ഇയർ ഡിസൈൻ നോക്കുന്നെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പെർഫെക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ 3.5 mm ഒരു ഗോൾഡ് പ്ലേറ്റഡ് ജാക്കും ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ, ഈ ഒരു അഡ്മിറൽ എന്ന് പറയുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ എന്തായാലും എനിക്ക് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ വെയറിംഗ് കംഫർട്ട് നോക്കുവാണെങ്കിൽ ഇവിടെയും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പൊതുവേ നമ്മൾ ഹാഫ് ഇൻ ഇയർ വെക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഒരു കംഫർട്ട് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതായത് നമ്മൾ വെച്ചാൽ പോലും പുറമേ ഉള്ള സൗണ്ട് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹാഫ് ഇൻ ഇയറിന്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. അതായത് നമ്മൾക്ക് നല്ല രീതിക്ക് പാട്ട് എൻജോയ് ചെയ്യാനും സാധിക്കും. കൂടാതെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇൻ ഇയർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇയർഫോൺ അങ്ങോട്ട് കുത്തി ചെവിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറമേ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ, അതായത് ഒരു 70% ക്ലോസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു ഹാഫ് ഇൻ ഇയർ ആകുമ്പോഴത്തേക്ക് പാട്ടും എൻജോയ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള പുറമേ നടക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. റിസ്ക് കുറവാണ്. പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് ഹാഫ് ഇൻ ഇയറിലുള്ള ഏതാണെങ്കിലും കൊണ്ടുപോകുമ്പോഴത്തേക്ക് റിസ്ക് കുറവാണ്. എന്നാൽ ഇൻ ഇയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ജോഗിങ്ങിനൊക്കെ പ്രത്യേകിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്ക് 100% അല്ലെങ്കിൽ ഒരു 60% പാട്ടിട്ടാൽ പോലും നമ്മൾ മറ്റുള്ള പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട് ഹാഫ് ഇൻ ഇയറിൽ. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവമേ വരുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് ബേസ് ഹെഡ്സ് 104 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. മൈക്ക് എന്ന് പറയണണ്ട എൻ്റെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്താണ്. എന്നാൽ ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ മൗത്തിനടുത്താണ്. ഇപ്പോൾ എങ്ങനെ ഉണ്ട് ആ ഒരു മൈക്ക് ക്വാളിറ്റി, അതല്ല ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മൈക്ക് ക്വാളിറ്റി. എപ്പോഴായാലും ഞാൻ ആ ഒരു നോർമലിയാണ് സംസാരിച്ചത്. ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങുന്നുണ്ട്. ബോട്ടിൻ്റെ പ്രോഡക്റ്റുകളിൽ ഈ ഒരു ബേസ് ഹെഡ് കാറ്റഗറിയിൽ ഉറപ്പായിട്ടും നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെയും ആ ഒരു നോയിസ് ക്യാൻസലേഷനും മൈക്ക് ക്വാളിറ്റിയൊക്കെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും ഈ ഒരു മൈക്ക് ക്വാളിറ്റി കേൾക്കാൻ പോകുന്നത് എഡിറ്റിംഗ് ടേബിളിൽ
മോഡലിൽ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മ്യൂസിക് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുവാണെങ്കിലായിരിക്കും കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുക. ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് അല്ല, എന്നാൽ പോലും അത്യാവശ്യം ബേസ് ഉണ്ട്. ഹാഫ് ഇൻ ഇയറിൽ നമ്മൾ പിന്നെ കൂടുതൽ ബേസ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, കാരണം ഹാഫ് ഇൻ ഇയർ ആണ്. അപ്പോൾ ആ ഒരു ഹാഫ് ഇൻ ഇയറിൽ നമുക്ക് കിട്ടേണ്ട ബേസ് ഇതിലും കിട്ടുന്നുണ്ട്. എന്നാൽ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു വോക്കൽ ഇമ്പോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ മെലോഡീസ് ആയിട്ടുള്ള സോങ്ങുകൾ നമ്മൾ ഇതിൽ കേൾക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 449 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് ആണോ എന്ന് ചോദിച്ചാൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് വർത്ത് ബൈങ് തന്നെയാണ്. ഒരു ഹാഫ് ഇൻ ഇയർ വാങ്ങിക്കുന്നെങ്കിൽ മാത്രം. അതർവൈസ് നിങ്ങൾക്ക് മറ്റുള്ള പ്രോഡക്റ്റുകൾ ഇൻ ഇയർ വയേർഡ് ഇയർഫോൺ ആണെങ്കിൽ പോലും ആവശ്യം പോലെ കിട്ടുന്നുണ്ട്. റിയൽമിയുടെ ബഡ്സ് 2 നിയോ ഒക്കെ തന്നെ നമുക്ക് ഓഫർ സമയത്ത് 400 രൂപയ്ക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. 349 രൂപയ്ക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കണ്ണും പൂട്ടി വാങ്ങിക്കുന്നതിലും വേറെ ഒരു പ്രശ്നമില്ല. എന്തായാലും ഈ ഒരു റേഞ്ചിൽ ഞാൻ പറയുന്നത് ഹാഫ് ഇൻ ഇയർ ആണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലെന്നേ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു കളർ കേട്ടോ, എനിക്ക് വീണ്ടും ഞാൻ എടുത്ത് പറയേണ്ടത് ആ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഒരു അഡ്മിറൽ എന്നാണ് ഈ ഒരു കളറിന്റെ പേര്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.